ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏവർക്കും നമസ്കാരം. പരിശുദ്ധ റമളാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റമളാനിലൂടെ വിവിധ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പരാമർശിച്ചതാണ്. യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ്. അതാണ് റമളാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റമളാനിൽ അല്ലാഹു തആല വ്രതാനുഷ്ഠാനം നിയമമാക്കിയത് തന്നെ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ആ വാർഷികാചരണം എന്ന അർത്ഥത്തിലാണ്. അതല്ലെങ്കിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുക എന്ന ഒരു മഹത്തായിട്ടുള്ള ലക്ഷ്യമാണ് റമളാനിലും അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിലുമെല്ലാം ഉള്ളത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. റമളാൻ മാസം അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് റമളാൻ മാസം. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സന്മാർഗമായി മാനവ കുലത്തിന് മാർഗദർശനമായി റമളാൻ ഇറങ്ങിയ മാസം, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെ വ്യക്തമായ തെളിവുകളുമായി സത്യ അസത്യ വിവേചനമായി ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, അതുകൊണ്ട് ആരെങ്കിലും ഈ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ്. ഖുർആൻ ഇറങ്ങിയ ആ മഹത്തായ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകാശനം എന്ന അർത്ഥത്തിലാണ് റമളാനും വ്രതാനുഷ്ഠാനവും എല്ലാം നിലനിൽക്കുന്നത്. വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നിർണായക രാവ്, അതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ആ രാവിലാണ് ഖുർആൻ ഇറങ്ങിയത്, ഖുർആൻ അവതരണത്തിന് തുടക്കമുണ്ടായത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയം ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുള്ളത് നിർണായകമായ രാവിലാണ്. നിർണായക രാവ് എന്ന് പറഞ്ഞാൽ അത് റമളാൻ മാസത്തിലാണ്. നമ്മൾ ഖുർആനുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടേണ്ടതും ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഏറ്റവും അധികം ശക്തിപ്പെടേണ്ടതും പരിശുദ്ധ റമളാനിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മാലാക ജിബ്രീൽ അലൈഹിസ്സലാം, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിലെ എല്ലാ രാവുകളിലും സംഗമിക്കുകയും അതുവരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഖുർആനിലെ വചനങ്ങൾ പൂർണ്ണമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമയ്ക്ക് ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് റമളാനിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ രാവുകളിൽ ഏറ്റവും ഗൗരവത്തിൽ ചെയ്തിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. എല്ലാ രാവിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി സംഗമിക്കും. അങ്ങനെ അതുവരെ ഇറങ്ങിയ ഖുർആനിലെ എല്ലാ വചനങ്ങളും ഓതി കേൾപ്പിക്കും. ഈ അർത്ഥത്തിൽ ഖുർആൻ പഠനം, ഖുർആൻ പാരായണം, വിശുദ്ധ ഖുർആനിലെ സൂറകളിലുള്ള ആഴത്തിലേക്കുള്ള ഇറങ്ങിച്ചെല്ലൽ, ഇതെല്ലാം നടക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ? എന്താണ് ഖുർആൻ അവർ ആഴത്തിൽ പഠിക്കാത്തത്? സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുകയാണ്. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യമായിട്ട് ഇറങ്ങുന്ന വചനങ്ങൾ എന്ന് പറയുന്നത്. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചതിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റ വറബ്ബുക്കൽ അക്രം, നീ വായിക്കുക, നീ പഠിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ നാഥൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അജ്ഞാതമായത് അറിവില്ലാത്ത കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അങ്ങനെ വായിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഖുർആന്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള അറബികൾ അവർ വായിച്ചു, മക്കാ നിവാസികൾ വായിച്ചു, മദീന നിവാസികൾ വായിച്ചു. നമുക്കറിയാം, നാഗരികമായി സാംസ്കാരികമായിട്ട് ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അവർ. അവരുടെ ജീവിതം ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും പിന്നാലെ പാഞ്ഞിരുന്ന ഒരു ജനത. അവർ വായിക്കുക എന്ന ആഹ്വാനം കേട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ജേതാക്കളും നായകന്മാരുമായിട്ട് ചരിത്രത്തിൽ അവർ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വായനയിലൂടെ വലിയ മാറ്റം. ഖുർആൻ വായിക്കുക, ഖുർആനിൽ പ്രചോദിതമായി പ്രപഞ്ചത്തെ മുഴുവൻ വായിക്കാനുള്ള വിശാലത
യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് വായന, പഠനം, വിശുദ്ധ ഖുർആൻ പഠനം, വിശുദ്ധ ഖുർആൻ വായന, അതിന് പ്രത്യേകമായിട്ട് ഊന്നൽ നൽകുക. കാരണം ഇത് ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ്. ഖുർആൻ അവതീർണമായിട്ടുള്ള മാസത്തിൽ തീർച്ചയായിട്ടും ഖുർആന്റെ പഠന മനനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാവണം. ജഗന്നിയന്താവായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.